ഹിദായത്തിൻ്റെ വഴി അല്ലാഹു തആല നമുക്ക് പഠിപ്പിക്കുന്നത് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് രണ്ടാമതായി ഹിദായത്തിൻ്റെ വഴി നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം നിബിധങ്ങളില്ലാതെ നമുക്ക് ഹിദായത്ത് ഉണ്ടാവില്ലല്ലോ. ഇത് കൊണ്ടുപോകാൻ ഒരാൾ വേണമല്ലോ, നമ്മളെ റഹബറായിട്ട് കൊണ്ടുപോകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുന്നു, വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഉണ്ടോ? വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. നബിയെ, അങ്ങാണ് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ വഴി കാണിച്ചു തരുന്ന വ്യക്തി നബിയാണ്. അപ്പം പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് എന്താ പറഞ്ഞത്? വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. നബിയെ, ഞങ്ങൾ തങ്ങളെ നേരായ പാതയിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്, നേരായ മാർഗം സിറാത്തുൽ മുസ്തഖീമിലേക്ക്. അപ്പോൾ അവിടെയും ഹിദായത്ത് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഹാദി, നമ്മളെ ഹിദായത്ത് നേരായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നത് നബിയുന റസൂലുള്ളാഹി തങ്ങളാണ്. അപ്പോൾ ഒന്ന് നമുക്ക് പരിശുദ്ധ കഅബ, രണ്ട് നബിയുന റസൂലുള്ളാഹി, മൂന്ന് ഹിദായത്തിൻ്റെ വഴി എന്താണ്? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീൻ الذين يعملون الصالحات أن لهم أجرا كبيرا وأن الذين لا يؤمنون بالآخرة أعتدنا لهم عذابا أليما إن هذا القرآن ഈ പരിശുദ്ധമായ ഗ്രന്ഥം യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, നേരായ മാർഗത്തെ ഇഷ്ടപ്പെടുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് ഈ പരിശുദ്ധമായ ഗ്രന്ഥം ഹിദായത്ത് കാട്ടിത്തരും, വഴി കാണിച്ചു തരുമത്രേ. ഖുർആൻ നേരായ മാർഗം ആഗ്രഹിക്കുന്നവർക്കാണ് കേട്ടോ. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. സത്യത്തിൻ്റെ വഴിയെ പിൻപറ്റാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഖുർആനിലേക്ക് മടങ്ങിക്കോന്ന്. ആരും എഴുതിയതല്ല, അത് രചയിതാവൊന്നുമില്ല, ഇത് ആരെങ്കിലും പറഞ്ഞു കൊടുത്ത സാധനമല്ല. ഇത് ഉടമസ്ഥനായ തമ്പുരാൻ്റെ വാക്കുകളാണ്, അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 550 ചിറകുകളുണ്ട്, 600 ചിറകുകളുണ്ട്, 2 റിവായത്താണ്. ഒരു ചിറക് നിവർത്തിയാൽ ഒരറ്റത്ത് നിന്ന് അടുത്ത അറ്റം കാണാൻ പറ്റൂല, അത്രയ്ക്കും വീതിയുള്ള ചിറക്. 550, 600ഓളം ചിറകുകളുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 26,000 പ്രാവശ്യം നബിതങ്ങളുടെ മേൽ വന്ന് ഓതിക്കൊടുത്തതാണ് പരിശുദ്ധ ഖുർആൻ. 26,000 പ്രാവശ്യം. ഗാർ ഹിറായിൽ വിശ്രമിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഈ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കയറി പിടിക്കുകയാണ്, അമർത്തി പിടിക്കുകയാണ്, ഓതിക്കോന്ന്. 550 ചിറകുകളുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എങ്ങനെ ഇരിക്കും സംഭവം എന്ന് ആലോചിച്ച് നോക്കി. പെരുന്നാൾ ദിവസത്തെ നമ്മളെ മുസാഫാത്ത് ചെയ്യുമ്പോൾ അറിയാം നമുക്ക് അതിൻ്റെ പാട്. 500 രൂപ വെച്ച് തന്നാലും കുഴപ്പമില്ലായിരുന്നു, 20 രൂപയും തരും, അമ്മക്ക് പിടിക്കുകയും ചെയ്യും. കയറി എല്ലാം ഒടിഞ്ഞു പോകും. പിറ്റേ ദിവസം ആശുപത്രി ഇപ്പോൾ 2 ദിവസം റെസ്റ്റ്. അതാ ഉസ്താമാർക്ക് പെരുന്നാൾ കഴിഞ്ഞുകൊണ്ട് 4 ദിവസം റെസ്റ്റ്. 20 രൂപ എന്നിട്ട് എന്തോ ഒരു പിടിയാണ് പിടിക്കുന്നറിയോ. ഈ എതിരാളികളൊക്കെ നോക്കിയിരിക്കും പെരുന്നാൾ വരാൻ വേണ്ടി. നമ്മുടെ എതിരാളികൾ, ഉസ്താന്മാർ എതിരാളികൾ എന്തായാലും കാണുമല്ലോ പെരുന്നാൾ. ഒരൊറ്റ അമക്ക ഒന്നും പറയാൻ പറ്റില്ല, എല്ലാം ഒടിഞ്ഞാലും നമ്മൾ അനുഭവിച്ചോണം. ഞാൻ ഒരു പള്ളിയിൽ പോയി ലോട്ടറി ടിക്കറ്റിനെതിരെ സംസാരിച്ചു. അയാൾ എന്നെ പിടിച്ച് അമക്കുകയും ചെയ്ത് പോക്കറ്റ് പൈസയും വെച്ച്. എന്താ പൈസ അല്ല, ലോട്ടറി ആയിരുന്നു. 10 കോടിയുടെ ഒരു ലോട്ടറി പോക്കറ്റ് വെച്ച് തന്ന്. ഇപ്പോൾ പൈസ എല്ലാം അവസാനം എണ്ണുമ്പോൾ ഒരു ലോട്ടറി. ഇതാണ് നമ്മൾ അറിയുന്നില്ല. കാരണം ഈ മുസാഫാത്ത് ചെയ്യുമ്പോൾ കയ്യിൽ കൊണ്ട് തരുന്നത് എന്താണെന്ന് നമ്മൾ ആരും നോക്കാറില്ലല്ലോ. പിന്നെ ഇപ്പോൾ ബംഗാളികളുള്ളത് കൊണ്ട് ഭയങ്കര കഷ്ടമാണ്. പടച്ചവനെ, മാര എല്ല് വന്ന് ഇടിക്കുന്നതാണ് ഭയങ്കര. ഈ താബൂക്കൊക്കെ എടുത്തിട്ട് ഭയങ്കര പണി. ഇത് ഇങ്ങോട്ട് ഒരു പിടുത്തം പിടിക്കും, ഭയങ്കരമാണ് സംഭവം. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിതങ്ങളെ വന്ന് പിടിച്ചു എന്ന് ആലോചിച്ച് നോക്കി. സഹാബത്ത് ചോദിച്ചു, നബിയെ അങ്ങേക്ക് ഇതെങ്ങനെ കഴിയുന്നു? അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഊതീത്ത് ഖുവ്വത്തുൽ 40, 40 പേരുടെ ശക്തി അള്ളാഹ് എനിക്ക് തന്നിട്ടുണ്ട്. ഊതീത്ത് ഖുവ്വത്തുൽ 40, 40 പേരുടെ ശക്തി അള്ളാഹ് തന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത്രയ്ക്കും ഒരു കഴിവുള്ളത് കൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ ഖുർആനിൽ പറഞ്ഞത് എന്താ, ഇത് ചെറിയ കാര്യമല്ല. ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ വലിയ ഭാരമുള്ളതാണ്. നമ്മൾ നോക്കുമ്പോൾ മൊബൈലിലുണ്ട്, പോക്കറ്റിലുണ്ട്, പോക്കറ്റ് ഖുർആനുണ്ട്,
റയ്ഹാലിലെടുത്ത് വെച്ചിട്ടുണ്ട്, തട്ടിൻ്റെ മുകളിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു വമിൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. ഉണ്ടോ? സഖീല് വലിയ ഭാരമുള്ളതാണെന്നാണ് പറഞ്ഞ ഖുർആൻ. നമുക്ക് വല്ല ഭാരമുണ്ടോ ഖുർആൻ എടുക്കാൻ? JCB വെച്ചിട്ടാണ് ഖുർആൻ മാന്തി എടുക്കുന്നത്. നമ്മൾ പൊക്ലൈൻ കൊണ്ടുവന്നിട്ടാണ് എടുക്കുന്നത്, ക്രൈം കൊണ്ടുവന്നിട്ടാണ് എടുക്കുന്നത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ വാക്കാ. ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഭാരമാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം ഉണ്ടല്ലോ, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ചെറിയ സാധനമല്ല, അത് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമുള്ളതാണ്. ഇതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ വഹയുമായിട്ട് വന്നപ്പോൾ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ ഓടിപ്പോയി ജിബ്രീൽ ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ ദസ്സിറൂനി സമ്മിലൂനി യാ ഖദീജ. അതൊക്കെ ഇന്ന് വലിയ പാട്ടാക്കി അമ്മമാർ കാശുണ്ടാക്കുന്നു. ഖദീജ ബീവിയെ വിറ്റ് കാശുണ്ടാക്കുന്നു. ആരാ ഖദീജ ബീവി എന്ന് ഈ ഹമുക്കന്മാർക്കെല്ലാം അറിയോ? ഖദീജ റളിയല്ലാഹു തആല എന്നെ വിറ്റുമാർ കാശുണ്ടാക്കുക. ജമ്മിലൂനി പാട്ട് പഠിക്കുക. അത് പാടാൻ നമ്മുടെ താത്താമാരും കോയാമാരും അതും കേട്ടിട്ട് നമ്മളും ലൈക്ക് അടിക്കുകയാണ്, അതും പാട്ട് പാടാനാണ്. ആരാ ഖദീജ? ഖദീജയുടെയൊക്കെ കീഴി കൊണ്ടുവയ്ക്കാൻ ഈ പറയുന്ന വല്ല ഉണ്ടോ? ഖദീജ ബീവി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാമായിരുന്നു. അള്ളാഹിൻ്റെ റസൂല് 12 വിവാഹം കഴിച്ചു, 11 ഭാര്യമാരും ഒരു അടിമ സ്ത്രീ മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു തആല, അങ്ങനെ 12 പേര്. അത് നബി തങ്ങളുടെ ഖാസായിരുന്നു. പിന്നീട് അത് മൻസൂഖാക്കപ്പെട്ടു. പിന്നെ 4 പേര്. ആ 4 പേരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇട്ടനുസരിച്ച് പോയി കെട്ടാനൊന്നുമല്ല. അള്ളാഹ് പറഞ്ഞു 4 പേരെയും അഡ്ജസ്റ്റ് ചെയ്ത് ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഫവാഹിദ, അതും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഇത് 4 എടുത്തിട്ടല്ല മറ്റവന്മാർ ബഹുഭാര്യത്വം നിരോധിക്കാൻ പോകുന്നത്. എന്താ സംഭവം എന്ന് അമ്മമാർക്ക് അറിയാം. ഖുർആൻ ആദ്യം ഒന്ന് പഠിച്ചു നോക്കണം. അള്ളാഹ് നിർബന്ധിക്കുന്നൊന്നുമില്ല 4 പെണ്ണ് കെട്ടാൻ. നമ്മളെ അങ്ങനെ പറഞ്ഞ് ഇസ്ലാമിനെ അങ്ങ് പാർട്ടീസിലാക്കാൻ വേണ്ടി ഇടങ്ങാറാക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കുകയാണ്. ഖുർആനിലൊന്നും 4 പെണ്ണ് കെട്ടാനും പറഞ്ഞിട്ടില്ല, 3 തലാഖും എല്ലാവരും പറഞ്ഞിട്ടില്ല. നിയമമുണ്ട് എല്ലാത്തിനും. ഖുർആൻ പഠിച്ചാൽ മതി. ഇതുകൊണ്ട് ഇത് നമ്മളൊന്നും എഴുതിയതല്ലല്ലോ, ഇത് അള്ളാഹ് തീരുമാനിക്കുന്നതല്ലേ. ലോകത്തിൻ്റെ പ്രപഞ്ചനാഥനായ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ പടച്ച തമ്പുരാനാണ് ഈ വ്യവസ്ഥകൾ നമുക്ക് ഉണ്ടാക്കി തന്നത്. നമ്മളെന്തിനാ പേടിക്കുന്നത്? അത് വെച്ച് വായിച്ചു നോക്ക്. അതുകൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറയുന്നു, വലൻ തസ്തതിഉ അൻ തഅദലു ബൈനൻ നിസാഇ വലൗ ഹറസ്തും. നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും ഒന്നിൽ കൂടുതൽ പെണ്ണ് കെട്ടിയാൽ നിങ്ങൾക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോകാൻ പറ്റൂല. അതുകൊണ്ട് വൈൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ, നിങ്ങൾക്ക് അവർക്കിടയിൽ നീതി കൊടുക്കാൻ കഴിയില്ല എങ്കിൽ ഫവാഹിദ, ഒന്നുകൊണ്ട് തൃപ്തിപ്പെട്. ഒന്നിനെ പോറ്റുന്ന കാര്യം നമുക്കറിയാം. ഇനിയപ്പം 4 എണ്ണം. രംഗം എന്തായിരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഖിയാമത്ത് നാളാവുമ്പോൾ 50 പെണ്ണുങ്ങളാണ് ഒരാൾക്ക്. 50 പേരാ ഖിയാമത്ത് നാൾ. ഓടിക്കും ഇവനെ. ഓടിച്ച് ഇവൻ പോയി പ്ലാവി കയറും, വലിച്ച് താഴെ ഇടും. ഇറങ്ങട സൈന്യത്തിന് താഴോട്ടെന്ന് പറയും. നീ എവിടെ ഓടുക? ഇങ്ങോട്ട് ഇറങ്ങ. താഴെ ഗതിയില്ല. എന്താ പ്രസിഡന്റ് നോക്കുന്ന? അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നില്ലേ? ഒന്നിനെ കൊണ്ടുവന്ന പാട് തന്നെ അവർക്ക് അറിഞ്ഞൂടാ. അങ്ങനെ 50 ഖിയാമത്ത് നാളാവുമ്പോൾ അങ്ങനെയാണ്. കൂടുതലും പെണ്ണുങ്ങൾ അധികരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലേ പെണ്ണുങ്ങൾ ധരിക്കില്ലേ. ഇപ്പോൾ എവിടെ വന്നാലും സ്ത്രീകളല്ലേ കൂടുതൽ. വാതിനാലും സ്ത്രീകൾ കൂടുതലാണ്. ഉത്സവത്തിന് പോയാലും സ്ത്രീകൾ കൂടുതലാണ്. ബീച്ചിൽ പോയാലും സ്ത്രീകൾ കൂടുതലാണ്. കല്യാണത്തിന് പോയാലും സ്ത്രീകൾ കൂടുതലാണ്. അല്ലേ? എവിടെ ചെന്നാലും സ്ത്രീകളല്ലേ കൂടുതൽ. ഖിയാമത്ത് നാൾ അടയാളം അവർ വർദ്ധിക്കും. ആണുങ്ങളൊക്കെ അടിച്ചടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്, പീസായിക്കൊണ്ടിരിക്കുക. അള്ളാഹ് ദീർഘായുസ്സ് തരട്ടെ. പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിക്കുന്നവരാ ആണുങ്ങളാ. പെണ്ണുങ്ങൾ വല്ല അറ്റാക്ക് വന്ന് മരിച്ചാട്ട് ആണ്ടിലും അമാവാസിയിലും എങ്ങാണ്ട് ഒരെണ്ണം കേൾക്കാം, അത്രേ ഉള്ളൂ. ഇത് ആഴ്ചയിൽ 9 വട്ടവും ഇല്ലേ? ഇല്ല, ശരിയല്ലേ? അപ്പോൾ പീസായി പോയിക്കൊണ്ടിരിക്കുക. അത് ദീർഘായുസ്സ് തരട്ടെ. അപ്പോൾ അതുകൊണ്ട് ഒന്നിനെ കൊണ്ടുപോകുന്ന പാട് തന്നെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അള്ളാഹ് അത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് മതി നിങ്ങൾക്ക്, 4 പറ്റൂല. പക്ഷെ നബി തങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. അള്ളാഹിൻ്റെ റസൂല് 25 വർഷം പരിപൂർണമായി സന്തോഷത്തോടു കൂടി കഴിഞ്ഞത് ഖദീജ റളിയല്ലാഹു തആല അൻഹയോടൊപ്പമാണ്. ഖദീജ ബീവിയാണ് ആദ്യത്തെ ഭാര്യ, പ്രഥമ ഭാര്യ. 40 വയസ്സ്, നബി തങ്ങൾക്ക് 25 വയസ്സ്. നമ്മൾ കെട്ടുമോ? ഒരു 40 വയസ്സായ ഒരു താത്ത അവിടെ ഇരിപ്പുണ്ട്. ഒരു കല്യാണം ഞാൻ ആലോചിക്കുക, 25 വയസ്സാരമ്പാ. ഇനി എത്ര നല്ല സുന്ദരിയാണെങ്കിൽ പോലും നമ്മൾ കെട്ടുമോ സഹോദര? എന്നിട്ട് നമ്മൾ വലിയ ന്യായം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ നേതാവ് പഠിപ്പിച്ച് കാണിച്ചു കൊടുത്തു. വിധവയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ 40 വയസ്സ്, നബി തങ്ങൾക്ക് 25 വയസ്സ്.
മാഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ഖദീജയാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിൽ, നബിതങ്ങളുമായുള്ള ആ ഒരു കുടുംബ ജീവിതത്തിൽ 25 വർഷം ഖദീജ ബീവി വഫാത്താകുന്ന സമയം വരെ നബിതങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല. ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്താകാൻ കിടക്കുന്ന സമയം ലമ്മസ്തദ്ദത് മറലു ഖദീജ. എല്ലാ പെണ്ണുങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ, സഹോദരിമാരൊന്ന് മനസ്സിലാക്കിക്കോളി. നിങ്ങൾക്കൊക്കെ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ഇങ്ങനെ ആയിരുന്നോന്ന് അറിയാൻ വേണ്ടി പറഞ്ഞ വാക്കാണ്. ഖദീജ റളിയല്ലാഹു, നമ്മൾ സമ്മിലു എന്ന് പറയുമ്പോൾ ഈ ഖദീജ ആരാണെന്ന് മനസ്സിലാക്കണ്ടേ. നമുക്കൊരു വിഷമം വരുമ്പോൾ ഓടി നമ്മൾ സമാധാനത്തിന് പോകുന്ന നമ്മുടെ ഭാര്യയുടെ അടുക്കലേക്കാണ്. ഒരു ഭാര്യ ഒരു ഭർത്താവിനെ എങ്ങനെ സ്വീകരിക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ചു തരികയാണിത്. ഏറ്റവും വലിയ കുടുംബം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു. അതാണ് ഖുർആൻ പഠിക്കണമെന്ന് പറയുന്നത്, ഖുർആൻ മനസ്സിലാക്കണത്. ഖദീജ റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കിടക്കാണ്, മരിക്കാറായി കിടക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, അള്ളാൻ്റെ റസൂലെ, എനിക്ക് അങ്ങയോട് ചില ഉപദേശം നടത്താനുണ്ട്, ഒരു വസിയത്തുണ്ട്, ഒന്ന് വരണം, എൻ്റെ അടുക്കലേക്ക് ഓടി വരണം. ഖദീജ റളിയല്ലാഹു തആല വഫാത്താകാൻ കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. എന്താ പറയുക ഖദീജ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖദീജ ബീവി റളിയല്ലാഹു തആല പറഞ്ഞു, ഒന്നാമത് ഫഅഫുനി യാ റസൂലല്ലാഹ്, എനിക്ക് പൊരുത്തം തരണം, എനിക്ക് പൊരുത്തം തരണം. ഇന്നി ഖാസിറും ബിക, 25 വർഷ കാലയളവിലെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ അങ്ങയോടൊപ്പം ഒരുപാട് പൊരുത്തക്കേടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടാകും, അങ്ങക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ എൻ്റെ നാവിൽ നിന്ന് വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് അള്ളാൻ്റെ റസൂലെ ഫഅഫുനി, എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. നബീന റസൂലുള്ളാഹി തങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? പൊരുത്തം ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല. ഖദീജ ബീബി പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ജീവിതത്തിൽ അങ്ങക്ക് ഇഷ്ടപ്പെടാത്തതും പൊരുത്തമില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പൊരുത്തം തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചു, ഉറക്കെ പറഞ്ഞു, ഹാഷാ വകല്ല മാ റഅയ്തു മിൻക ഖാസിറ മിൻകി ഖാസിറ. ഖദീജ, നീ അങ്ങനെ പറയരുത്, ഒരിക്കലും നിന്നിലൊരു ന്യൂനത ഞാൻ കണ്ടിട്ടേ ഇല്ല. 25 വർഷ കാലയളവിലെ കുടുംബജീവിതത്തിൽ ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ് മരിക്കാറായപ്പം, നിൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്കൊരു കുഴപ്പം നീ ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ അങ്ങനെ പറയരുത്, എനിക്ക് വിഷമമുണ്ടാവും. നബി കരഞ്ഞു എന്ന് ആദ്യത്തിൽ കാണാം. അങ്ങനെ പറഞ്ഞ വാക്ക് പൊരുത്തം ചോദിച്ചതിന്, കാരണം ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഒരു ഭാര്യയുടെ കടമയാണ് ഒരു ഭർത്താവ് മരിക്കാറാവുമ്പം പോയി പൊരുത്തം വാങ്ങാൻ. ഇതിപ്പോൾ ICUയിൽ കൊണ്ടിട്ട് മയ്യത്തായിട്ടാണ് തരുന്നത്, പിന്നെ അവിടെ പോയി പൊരുത്തം ചോദിക്കാനാണ്. അതുകൊണ്ട് ICU കയറ്റരുത് കഴിവതും. ഇനി ICUലെങ്ങാനും കയറിയ കൂടെ കയറിയിട്ട് വരണം, മച്ചാ ICU അറിയാമല്ലോ, ICU എന്നാണ് അതിൻ്റെ അർത്ഥം. ചിലപ്പോൾ കണ്ടാൽ കണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. CU എഗൈൻ എന്ന് പറഞ്ഞ ഒരെണ്ണം പണിയുന്നുണ്ട് അപ്പുറത്ത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് വല്ല അപാകത സംഭവിച്ച് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പങ്ങാണ് ഞാൻ അറ്റാക്ക് വന്ന് പുറത്ത് നിന്ന് മരിച്ചാലും, ഇനി ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മരിച്ചാലും, നമ്മുടെ ജീവിതത്തിൽ വന്ന എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ പരസ്പരം പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞ് ഒരു ഉമ്മ കൊടുത്തേക്കണം. ICUയിൽ കിടക്കുന്ന ഇക്കാമാരെ മച്ചാന്മാരെ ഒരു പൊരുത്തം വാങ്ങിക്കോളൂ, ഏറ്റവും നല്ല കാര്യം അതാണ്. വടിയായി പോയാൽ പടച്ചവൻ്റെ അടുക്കൽ നമുക്ക് പറയാം, പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ പൊരുത്തം വാങ്ങിയിട്ടുണ്ട് പടച്ചവനെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതല്ലാതെ മരിച്ചു പോയാൽ ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പൊരുത്തം വാങ്ങണം. നബിതങ്ങളോട് അതുകൊണ്ടാണ് ഖദീജ ബീവി ചോദിച്ചത്, പൊരുത്തം വാങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ പറഞ്ഞ വാക്കെന്താ? ഇല്ല 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 ഖദീജ, ഒരിക്കലും നിൻ്റെയോടൊപ്പം ഞാൻ ജീവിച്ചിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഖദീജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമത് ഒരിക്കൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വഹിയുമായിട്ട് വരുമ്പോൾ ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്കൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ജിബ്രീൽ വന്നിട്ട് നബിയെ, ഖദീജ ബീവിക്കൊരു സലാം പറയണം. ഫബശ്ശിർഹാ ബിബൈത്തിൻ, അവൾക്ക് സ്വർഗത്തിൽ ഫബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന മിൻ ഖസബിൻ ലാ സഖബ ഫീഹാ വലാ നസബ. ഒരു ക്ഷീണവും തളർച്ചയും പ്രശ്നങ്ങളും വഴക്കും വയ്യാവലിയും ഒന്നുമില്ലാത്ത ഒറ്റ മുത്തിനാലുള്ള ഒരു കൊട്ടാരം കൊണ്ട് ഒരു സന്തോഷ വാർത്ത ഖദീജ ബീവിക്ക് അറിയിക്കണേ നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. ഒരു നിലയ്ക്കും അവൾക്ക് വിഷമം ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു വീട്, ഒറ്റ മുത്തിനാലുള്ള കൊട്ടാരം.
നമ്മളൊക്കെ ഈ ഓരോ അവധിക്ക് ഓരോ ദൂര സ്ഥലങ്ങളിൽ പോയി റിസോർട്ട് എടുത്ത് കിടക്കുന്നതെന്താ അറിയോ? ഈ വലിയ വലിയ സമ്പന്നന്മാരും വലിയ വലിയ മുതലാളിമാരും ടെൻഷൻ മാറാൻ വേണ്ടി റേഞ്ചൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി കിടക്കും. റാഹത്തായിട്ട് കാട്ടിൽ റിസോർട്ട് എടുത്ത് 2-3 ദിവസം ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല, സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ. സ്വർഗത്തിൽ അങ്ങനെ ഒച്ചപ്പാടില്ലാത്ത ഒരു വീടിനാണ് ലാ സഹബ ഫീഹി വലാ നസബ എന്ന് പറഞ്ഞത്. ഒറ്റ മുത്തിനുള്ള കൊട്ടാരം. എന്തിനാണ് ഖദീജ ബീവി ഒറ്റ മുത്തിനുള്ള കൊട്ടാരം കൊടുത്തതെന്നറിയോ? ലം തർഫഅ സൗതഹ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഹ്റൻ ഇലാ ദഹ്റിൻ. 25 വർഷ കാലയളവിൽ നബിതങ്ങളുമായി കുടുംബജീവിതം നയിച്ചിട്ട് ഒരിക്കൽ പോലും നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ദേഷ്യപ്പെട്ടിട്ടില്ല, ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. 25 വർഷ ജീവിതത്തിൽ ഭാര്യ ഭർത്താവിൻ്റെ മുഖത്തു നോക്കി ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. ആ ഒരൊറ്റ കാരണത്താലാണ് അല്ലാഹു തആല സ്വർഗത്തിൽ ഖദീജ ബീവിക്ക് ഒറ്റ മുത്തിനുള്ളൊരു കൊട്ടാരം കൊടുക്കുന്നതെന്ന് ഹദീസിൽ അല്ലാഹു തആല അറിയിക്കുന്നു, നബിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഭാര്യമാർ ആലോചിച്ച് നോക്കി, കല്യാണം കഴിച്ച് 25 വർഷമായി 30 വർഷമായി നമ്മുടെ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇന്ന് രാത്രി പോയിട്ട് ചോദിക്കണം. ഉണ്ടെങ്കിൽ അങ്ങ് പൊരുത്തം വാങ്ങിച്ച് ക്ലിയർ ചാറ്റ് അടിച്ച് ഡിലീറ്റ് ആക്കിയാരെ. അപ്പോൾ നാളെ അത് ഇൻഷാ അല്ലാഹ് അത് കബൂലായി കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഒറ്റ മുത്തും കിട്ടൂല, ചിലപ്പോൾ ഒറ്റ കുത്തായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് ഒരു പൊരുത്തം വാങ്ങുന്നത് നല്ലതാണ്. അപ്പോൾ എന്ത് വിഷമം വന്നാലും നബിതങ്ങൾ പെട്ടെന്ന് പോയി അടുക്കുന്നത് ആരോടാ? ഖദീജ ബി അടുക്കലേക്കാണ്. മനസ്സിന് സമാധാനം കിട്ടും. അതാണല്ലോ വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. സുക്കൂനത്ത് ലഭിക്കുന്നത് തൻ്റെ ഭാര്യമാരിൽ നിന്നാണ്. സുക്കൂനത്ത് സമാധാനം ലഭിക്കുന്നത് അവളിൽ നിന്നാണ്. സമാധാനം കിട്ടണം. അതാണ് ഈ പെണ്ണെന്ന് പറഞ്ഞാൽ. ഈ പെണ്ണെന്ന് പറയുന്ന സാധനം തന്നെ നമുക്ക് സമാധാനം തരാനുള്ള സാധനമാണ്, നമ്മളെ ടെൻഷൻ അടിപ്പിക്കാനുള്ളതല്ല. അപ്പോൾ ടെൻഷൻ അടിപ്പിക്കുന്ന പെണ്ണുങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ച ഒരു പ്രവാചകനുണ്ട്, ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സൗജത്തിൻ തുശയ്യിബുനി ഖബ്ല വഖ്തിൽ മശീബ്. അല്ലാഹുവേ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കുന്ന, ഞാൻ നരയ്ക്കുന്നതിന് മുമ്പ് എന്നെ നരപ്പിക്കുന്ന ഒരു ഭാര്യയെ നീ എനിക്ക് നൽകല്ലേ പടച്ചവനെ. അങ്ങനെയുള്ള പെണ്ണിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്.